എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരൻ. 2 ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായി ചോപ്പറിലിട്ട് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇങ്ങനെ അരിയുമ്പോഴാണ് കുഴഞ്ഞു പോകാതൊക്കെ കിട്ടുന്നത്. നമുക്കെല്ലാം ക്യാബേജ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജ് മുഴുവൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനായിട്ട് വേണ്ട മസാല: ഒരു സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. പിന്നെ നമുക്ക് തേങ്ങ വേണം. ചട്ടി ചൂടായി, അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിക്കണ്ട, ഇച്ചിരി. ഇനി കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന നേരത്തിന് നമുക്ക് ഈ ക്യാബേജിനകത്തോട് നമ്മൾ അരിഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. കല്ല് വെച്ചരയ്ക്കൊന്നും വേണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. ഉള്ളി ഇട്ടു, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നിടാം. തേങ്ങ ഇട്ടു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതേ ഉള്ളിയെന്നും തേങ്ങയെന്നുള്ള എണ്ണയും ക്യാബേജിലെ വെള്ളവും എല്ലാം ഇറങ്ങി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിത് കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിനകത്തോട്ട് നമുക്ക് വാരിയിടാം. ഇത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട. ഇതിലുള്ള വെള്ളമയം കൊണ്ട് വെന്തോളും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം എണ്ണയ്ക്കകത്തോട്ട്. ഇനി ഒന്ന് തല്ലി പൊത്തി വെച്ചിട്ട് അടപ്പടയ്ക്കാം ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. തീ ഒരു മീഡിയം ഇടണേ. നമുക്ക് തുറന്ന് നോക്കാം. ആവി കയറിയിട്ടുണ്ടോ? ഒന്ന് ആവി കയറിയാൽ മതി. കാബേജിന് വലിയ വേവുള്ള സാധനമല്ല. നമുക്കെല്ലാം കൂടെ ഇട്ട് ഇതിനകത്ത് ഇച്ചിരി വെള്ളമയമുണ്ട്. അതെല്ലാം ഇങ്ങനെ തോർത്തി എടുത്താൽ മതി. തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് ചെറുതീയിൽ ഇളക്കണം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇടുക. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കി ഇരിക്കണം. അന്നേരം അതിനകത്തുള്ള വെള്ളവും പോകും. ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെ തോരൻ. വീഡിയോ കണ്ടതിന് താങ്ക് യു.